അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനികളെ, കേരളത്തിലെ മതവിജ്ഞാന രംഗത്ത് ഒരു വിസ്ഫോടനമായി മാറിയ ജാമിയ അൽ ഹിന്ദിൻ്റെ 10ാമത് വാർഷിക സമ്മേളനം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. 2013 ആരംഭിച്ച ജാമിയ അൽ ഹിന്ദ് മെയിൻ ക്യാമ്പസും ലേഡീസ് ക്യാമ്പസുമായി 700ഓളം കുട്ടികൾ മതം ആഴത്തിൽ പഠിക്കാനുള്ള ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ തൊട്ട് മുമ്പ് നമ്മുടെ വിദ്യാർത്ഥികൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. 2014 ജാമിയയുടെ തന്നെ സ്ഥാപനമായ സ്കൂൾ ഓഫ് ഖുർആനിൽ ചേർന്ന് പഠിക്കുകയും അതിൽ നിന്ന് പഠനം പൂർത്തിയായി ജാമിയയിലും അല്ലാത്ത സ്ഥാപനങ്ങളിലും തുടർ പഠനം നടത്തുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളും, അതേപോലെ തന്നെ ജാമിയയുടെ കീഴിലുള്ള സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ റീജിയണൽ സെൻറ്ററിലുള്ള വിദ്യാർത്ഥികളുമാണ് വിശുദ്ധ ഖുർആൻ പഠനരംഗത്ത് അവർ നേടിയെടുത്തിട്ടുള്ള ഒരുപാട് കഴിവുകൾ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. സ്കൂൾ ഓഫ് ഖുർആനിന് ഇപ്പോൾ കേരളത്തിലും പുറത്തുമായി ഏകദേശം 34 സെൻറ്ററുകളാണുള്ളത്. അത് 36 സെൻറ്ററുകൾ. 3 ഭാഷയിൽ സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ പാഠപുസ്തകങ്ങൾ നമുക്ക് പുറത്തിറക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വലിയ വിദ്യാർത്ഥി സംഘം തന്നെ, ഏകദേശം 2500ഓളം വിദ്യാർത്ഥികൾ വ്യത്യസ്തങ്ങളായ റീജിയണൽ സെൻറ്ററുകളിലൂടെ പഠിച്ച് അവരെ 6ാം ക്ലാസ്സിൽ നമ്മുടെ റീജിയണൽ സെൻറ്ററുകളിൽ മഞ്ചേരിയിലും അതേപോലെ തന്നെ മുക്കം ഗ്രീൻ വാലിയിലുമുള്ള റീജിയണൽ സെൻറ്ററുകളിലാണ് അവരുടെ തുടർ പഠനം നടക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ ഹാഫിളുകളായി നമ്മുടെ ജാമിയയിൽ മതപരമായ ആഴത്തിലുള്ള പഠനത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാമിയ തുടങ്ങിയത് തന്നെ മതത്തിൽ ആഴത്തിൽ വിവരമുണ്ടാകുന്ന ആളുകൾ ഉണ്ടാകണമെന്നുള്ള നിലക്കാണ്. മിമ്പറുകൾ കൈകാര്യം ചെയ്യുമ്പോഴും മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും യാതൊരു ധാരണയുമില്ലാത്ത ആളുകളാണ് ഇന്ന് സമൂഹത്തിന് ഏറ്റവും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത്. തങ്ങൾ എന്താണ് പറയുന്നതെന്നോ എന്താണ് പ്രസംഗിക്കുന്നതെന്നോ കൃത്യമായി അറിയാതെ എനിക്ക് ഖുർആൻ നേരിട്ട് നോക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ തോന്നിയതൊക്കെ പറയുന്ന പല ഖതീബുമാരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അതിൻ്റെ വിശദീകരണമായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അതിൻ്റെ സോഴ്സുകളിൽ നിന്ന് പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി അറിവുള്ള അതേപോലെ തന്നെ വിവേകമുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നതാണ് ജാമിയയുടെ പ്രധാനവുമായ ലക്ഷ്യം. അത് 10 കൊല്ലമായി അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള പല ഹിക്കമികളും നമ്മുടെ പ്രബോധന രംഗത്ത് സജീവമായി നിലനിൽക്കുന്നത് നമുക്കൊക്കെ സന്തോഷകരമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ വിദ്യാർത്ഥികൾക്കും പഠിച്ചിറങ്ങി പുറത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ ഹിക്കമികൾക്കും വിജ്ഞാനം കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജാമിയ സലഫിയ ബനാറസ് ജനറൽ സെക്രട്ടറി ഷെയ്ഖ് അബ്ദുള്ള സൗദ് ബിൻ അബ്ദുൽ വാഹിദ് അസ്സലഫി അവറുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐ എക്സ്റ്റെൻഡ് മൈ വാം വെൽക്കം ടു മിസ്റ്റർ ഷെയ്ഖ് അബ്ദുള്ള Saud bin Abdul Wahid, General Secretary Jamia Salafia Banaras, and I request him to inaugurate this opening session of the Jamia annual conference. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനായ
ജാമ്യയുടെ ഡയറക്ടർ ഫൈസൽ മൗലവിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ പ്രവർത്തനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ അക്കാഡമിക് ഹെഡ് മുസ്ലിം ബിൻ ഹൈദറാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജാമ്യയുടെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നാം ഇറക്കുന്ന സോവനീർ അത് പ്രകാശനം ചെയ്യുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ട്രഷറർ കെ സജ്ജാദാണ്. അത് സ്വീകരിക്കുന്നത് നമ്മുടെ ട്രസ്റ്റ് മെമ്പറും ജാമ്യയുടെ ട്രഷറർ കൂടിയായ കെ വി അലസൻകുട്ടി സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ നമ്മളോട് പ്രഭാഷണം നടത്തുന്നത് ഖത്തർ കേരള ഇസ്ലാഹി സെൻ്ററിൻ്റെ ദായി കൂടിയായിട്ടുള്ള അവിടുത്തെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഉമർ ഫൈസി അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അർഷദ് താനൂരും നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ വേദിയിലുള്ള ജാമ്യയുടെ പ്രിൻസിപ്പാൾ ബഹുമാനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, അതേപോലെ തന്നെ നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മദനി, ടി കെ അഷ്റഫ്, അതേപോലെയുള്ള ബഹുമാന്യരായ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനം ശ്രവിക്കുവാനും ഇതിൽ ഒത്തുകൂടുവാനും അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ സന്തോഷങ്ങൾ കാണാനും അതിൽ പങ്കാളികളാകുവാനുമെല്ലാം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ രക്ഷിതാക്കളെയും അതേപോലെ തന്നെ ഇതിൻ്റെ അഭ്യുദയകാംക്ഷികളെയും നമ്മുടെ എല്ലാ പ്രവർത്തകരെയും ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ ഫൈസൽ മൗലവിയോട് ആദരപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.